അപ്പോൾ ഞങ്ങൾ നേരത്തെ മിണ്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് അമ്മയും പപ്പയൊക്കെ പോകും. ജപമാലയിൽ കുറവ് വരുമ്പോൾ വളരെ ഭയങ്കര ഒരു ശൂന്യത, കൃപയുടെ കുറവ് അനുഭവപ്പെടാറുണ്ട്. ഞങ്ങൾ 5 മക്കളാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക അഭിമാനമാണ്. ഞങ്ങൾ മുഖാന്തരം കുറച്ച് കുഞ്ഞുങ്ങൾ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പോകാറ്. കൃപയുടെ വഴിയിലൂടെ ദൈവം കൈപിടിച്ച് നടത്തുന്ന മാനന്തവാടി രൂപതയിലെ അസംഷൻ ഫൊറോന ചർച്ച് സുൽത്താൻ ബത്തേരി ഇടവകാംഗങ്ങളായ കാക്കനാട്ട് ജോസഫിന്റെയും ജെന്നിയുടെയും 5 മക്കളുടെയും ജീവിതത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. എൻ്റെ പേര് ജെന്നി. മാനന്തവാടി രൂപതയിലെ കാരക്കാമല ഇടവകാംഗമാണ്. എനിക്ക് വീട്ടിൽ ഡാഡി, മമ്മി, ചേട്ടായി എന്നിവരുണ്ട്. ചേട്ടായി വിവാഹിതനാണ്. 3 കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ പഠിച്ചതൊക്കെ മാനന്തവാടി ഭാഗത്ത് തന്നെയാണ്. എൻ്റെ വീട്ടിൽ എപ്പോഴും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം ഈശോയാണ്. ഈശോ കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ. എൻ്റെ പേര് ജോസഫ്. മീനങ്ങാടി അസീസി ഭവൻ ഇടവക അംഗമാണ്. വീട്ടിൽ പപ്പ, മമ്മി, 2 അനിയന്മാർ, 2 പേരും വിവാഹിതരാണ്. വിവാഹാലോചനകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ പതിവ് പോലെ ഈശോയോട് ഒരുപാട് ആലോചനകളൊക്കെ വന്നു. അപ്പോൾ ആകെ കൺഫ്യൂഷനായി, ഒരു ടെൻഷനായിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഞാനത് അയ്യോ ഈശോയോട് ഒന്ന് നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും തീരുമാനമാവുമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ബർത്ത്ഡേയുടെ ഒരു സമയമായിരുന്നു. ആ സമയത്ത് മക്കിയാട് ബെനഡിക്റ്റൻ ധ്യാന കേന്ദ്രം, അവിടെയാണ് ധ്യാനിക്കാൻ പോയത്. അങ്ങനെ ഞാൻ ആ ധ്യാനത്തിൽ പോയപ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്ക് ഇങ്ങനെ വിവാഹാലോചനകളൊക്കെ വരുന്ന ആകെ ടെൻഷനാണ്. ഈശോ എനിക്ക് വേണ്ടി ഒരുക്കി തന്നിരിക്കുന്ന ജീവിത പങ്കാളിയെ ഈ ധ്യാനത്തിലൂടെ ഒന്ന് തീരുമാനമാക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് പോയത്, നിയോഗം വെച്ചിട്ട്. അന്നങ്ങനെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പോയപ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുത്തിരുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിസ്റ്റർ എന്നെ ഇങ്ങനെ കണ്ടു. അപ്പോൾ സിസ്റ്റർക്ക് പരിചയമുള്ള ഒരു ആളെ ഇങ്ങനെ മനസ്സിൽ കണ്ടിട്ട് സിസ്റ്റർ ഇങ്ങനെ വിചാരിച്ചു എന്ന് ഈ ആൾക്ക് പറ്റുമല്ലോ എന്നിങ്ങനെ ചിന്തിച്ചു എന്ന് പറഞ്ഞു. ഞാനൊരു ടീച്ചറാണ്. ടീച്ചിങ് പ്രാക്ടീസ് നടത്തിയത് കണിയാമ്പറ്റ BEd സെൻറ്ററിലാണ്. അപ്പോൾ എൻ്റെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു, സിസ്റ്റർ ജിൻസി. BEd കഴിഞ്ഞ സമയത്ത് ആലോചനയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് സിസ്റ്റർ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, എടാ നിനക്ക് പറ്റിയൊരു പെങ്കൊച്ചിനെ ഞാൻ ധ്യാനത്തിൽ പോയപ്പോൾ കണ്ടിരുന്നു, പക്ഷെ നമ്പർ മേടിക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, ഇനി കാണുമ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ധ്യാനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി കഴിഞ്ഞ് അടുത്ത് കഴിഞ്ഞ് വീണ്ടും ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ധ്യാനത്തിന്, കോളേജ് കുട്ടികളുടെ ധ്യാനത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഈ സിസ്റ്റർ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നോട് പറഞ്ഞു, ധ്യാനത്തിന് വന്നിട്ടുള്ള കുട്ടിയല്ലേ, ഞാൻ അന്ന് കാണാൻ ആഗ്രഹിച്ചു പക്ഷെ കണ്ടില്ല, ബസ് കയറി പോയി. അപ്പോൾ ഞാൻ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെ നിനക്ക് വേണ്ടി ഒരു കല്യാണം പറയാനാണ് ഞാനിപ്പോൾ മോളുടെ അടുത്തേക്ക് വന്നതെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, എടാ കൊച്ചു ഇവിടെ ധ്യാനത്തിൽ വന്നിട്ടുണ്ട്, ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ചോദിച്ചു നോക്ക്, എന്നിട്ട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു അവിടെ വന്നിട്ടുണ്ട്, ഇപ്പോൾ വന്നാൽ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാനന്തവാടി പാസ്റ്റർ സെൻറ്ററിൽ ചെല്ലുകയും അവിടുന്ന് കാണുകയും ചെയ്തു. അങ്ങനെ ഉടനെ പേരിങ്ങനെ എന്താ പേരെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ജോസഫ് എന്നാണ് പേരെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറൊരു പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ യോസേപ്പിതാവുമായിട്ട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. കുഞ്ഞിലെ തൊട്ട് അത് എങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല, യോസേപ്പിതാവിനെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ പറയായിരുന്നു, നിന്നെ കെട്ടുന്ന ഒരാൾ എന്തായാലും ഒരു ജോസഫ് ആയിരിക്കും എന്ന് ഇങ്ങനെ പറയായിരുന്നു തമാശയ്ക്ക്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമായിരുന്നു, എന്നെ കെട്ടുന്ന ഒരാൾ ജോസഫ് ആയിരിക്കുന്നു. അവിടുന്ന് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ഈ വിവാഹത്തിലേക്ക് എത്തിയത്.
2012 ജനുവരി 12-നായിരുന്നു ഞങ്ങളുടെ വിവാഹം. മീനങ്ങാടി സെൻറ്റ് ഫ്രാൻസിസ് അസീസി ചർച്ച് വെച്ചായിരുന്നു. സെബാസ്റ്റ്യൻ പാറയിലച്ചൻ്റെ നേതൃത്വത്തിലുള്ള വൈദികർ ചേർന്നാണ് ഞങ്ങളുടെ വിവാഹം ആശീർവദിച്ചത്. ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ജീസസ് യൂത്ത് സുഹൃത്തുക്കളും ഒക്കെ ചേർന്ന് ഒരുപാട് ആളുകൾ അതിനകത്ത് പങ്കെടുത്തിരുന്നു. ഞങ്ങൾ രണ്ട് ടീച്ചേഴ്സാണ്. ഞാൻ വർക്ക് ചെയ്യുന്നത് ഇരുളം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ്. ജെന്നി വർക്ക് ചെയ്യുന്നത് അസംഷൻ UP സ്കൂളിലാണ്. ജോലി സൗകര്യാർത്ഥം ഞങ്ങളുടെ താമസം സ്വന്തം ഇടവകയിൽ നിന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് വാളവകയിൽ ഇടവകയിലേക്ക് മാറ്റി. ഏകദേശം 11 വർഷം ഞങ്ങളവിടെ താമസിച്ചു. നിലവിൽ ഞങ്ങൾ അസംഷൻ ഫൊറോന ചർച്ച് ബത്തേരി ഇടവകാംഗങ്ങളാണ്. വിവാഹശേഷം ഞങ്ങളിങ്ങനെ ആഗ്രഹിച്ചു, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളെ ഇഷ്ടമായതുകൊണ്ട് ഒന്നും രണ്ടും മക്കളിലൊന്നും നിർത്തിപ്പോരുത്, ദൈവം തരികയാണെങ്കിൽ കൂടുതൽ മക്കളെ വളർത്തണം എന്നും ഒക്കെ ആഗ്രഹിച്ചു. എന്തായാലും ഈശോ ഞങ്ങളെ അനുഗ്രഹിച്ചു, 5 കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട്. ഞങ്ങൾ 5 മക്കളാണെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരു പ്രത്യേക അഭിമാനമാണ്. ഇപ്പോൾ ഒരു മക്കളുള്ളവരും മക്കളില്ലാത്തവരും ഉള്ള കുറേ മാതാപിതാക്കളുണ്ട്. ഞങ്ങൾ 5 മക്കളായതുകൊണ്ട് ഇതുവരെ ഒരു കുറവൊന്നും അങ്ങനെ ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾ അനിയത്തിമാരാണെങ്കിലും ഞാനാണെങ്കിലും കുഞ്ഞാവയാണെങ്കിലും വളരെ സ്നേഹത്തോടെയും നല്ല സൗഹൃദത്തോടെയാണ് ജീവിതത്തിൽ ഇന്ന് വരെ വന്നിട്ടുള്ളത്. ഏത് കാര്യത്തിനാണെങ്കിലും മാതാപിതാക്കളും എല്ലാം നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു സഹായം വേണമെങ്കിലും ഇവരെല്ലാവരും എന്നെ സഹായിക്കാൻ വരും. ഞങ്ങൾ തമ്മിലുള്ള ചെറിയ അടിയാണെങ്കിലും വേഗം ഞങ്ങൾ കൂട്ടുകൂടും. ഇപ്പോൾ അടിയായി വരുമ്പോഴായിരിക്കും വേറൊരാൾ എന്തെങ്കിലും തമാശ പറയുക, അപ്പം ഞങ്ങളത് മറന്നിട്ട് അതിൻ്റെ പുറകെ പോവും. അപ്പോൾ പഠിക്കുന്ന കാര്യത്തിലും ഞങ്ങൾ പരസ്പരം സഹായിക്കും. ഞങ്ങളുടെ ഈ ഭൂമിയിൽ കിട്ടാവുന്നത് വെച്ച് ഏറ്റവും വലിയ സമ്പത്ത് ഞങ്ങളുടെ പപ്പായും അമ്മയാണ്. ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെ നടന്ന്, ഇപ്പോൾ ഒരു പനി വന്നാലോ എന്തെങ്കിലും അസുഖം വന്നാലോ അത് ഒന്നും വകവരുത്താതെ ഞങ്ങളുടെ കൂടെ നടന്ന് എല്ലാത്തിലും സഹായിച്ച് എല്ലാ കാര്യത്തിലും നോക്കി നടത്തും. അമ്മയും എല്ലാ കാര്യത്തിനും ഭയങ്കര സ്നേഹത്തിലാണ്. എനിക്ക് കുഞ്ഞുമക്കളെ ഭയങ്കര ഇഷ്ടമാണ്. അവരെ ഒരുക്കാനും മുടിയിട്ട് കൊടുക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഞാനിപ്പോൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമ്പോൾ ഒരു ട്വിൻസ് ആവാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കാറ്. പിന്നെ ചേട്ടന്മാരും അനിയത്തിമാരും ഉള്ളതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ നടുക്കത്തെ ആളാണ്. ഞാൻ കുറച്ചും കൂടെ ഭാഗ്യമുള്ളതെന്നാണ് ഞാൻ കരുതാറ്. കാരണം ചേട്ടനുണ്ട്, ചേച്ചിയുണ്ട്, 2 അനിയത്തിമാരും ഉണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അടിയൊക്കെ കൂടും. അപ്പോൾ ഞങ്ങൾ പിണങ്ങുമൊക്കെ ചെയ്യും. അപ്പോൾ തന്നെ മിണ്ടുകയും ചെയ്യും. അപ്പോൾ പപ്പയും അമ്മയൊക്കെ ഞങ്ങളെ മിണ്ടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ നേരത്തെ മിണ്ടിയിട്ടുണ്ടാവും. അപ്പോഴത്തേക്ക് അമ്മയും പപ്പയൊക്കെ പോവും. ഞങ്ങളെപ്പോഴും പള്ളിയിൽ പോവാറുണ്ട്. ഞാനാണ് എൻ്റെ കൊച്ചനിയത്തിനെ നോക്കാറുള്ളത്. ചേട്ടായിനെയും ചേച്ചിമാരെയും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവരെല്ലാ കാര്യത്തിനും എൻ്റെ അടുത്തേക്ക് വരും. പഠിപ്പിക്കാനാണെങ്കിലൊക്കെ എൻ്റെ അടുത്തേക്ക് എപ്പോഴും വരും. മൂത്തയാൾ മോനാണ്. ബെനിറ്റോ വർഗീസ് ജോസഫ് എന്നാണ് അവൻ്റെ പേര്. അവൻ വന്നത് ഞങ്ങളുടെ ആദ്യത്തെ വിവാഹ വാർഷിക ദിവസമാണ്. രാവിലെ തന്നെ അവൻ വന്നു. അത് സെലിബ്രേറ്റ് ചെയ്യാൻ വന്നതുപോലെ ഈശോയുടെ സമ്മാനമായിട്ട് വന്നു. ശരിക്കും അവൻ്റെ പേര് അവന് പേരിട്ടത് ബെനിറ്റോ. അതിൻ്റെ അർത്ഥം ബ്ലെസ്ഡ് എന്നാണ്. ശരിക്കും ബ്ലെസ്ഡ് തന്നെയാണ് അവൻ. ഞങ്ങളെ ഒത്തിരി കെയർ ചെയ്യുന്നു. വളരെ ശാന്തനായ ഒരു കുട്ടനാണ് അവൻ. ഏറ്റവും വലിയ പ്രത്യേകത നല്ല ദൈവവിശ്വാസമുള്ള കുട്ടിയാണ്. രണ്ടാമത്തത് ബെറ്റിന ഫിലോമിന ജോസഫ് എന്നാണ് മോളുടെ പേര്. മോള്
ഒരു അമ്മക്കുട്ടിയാന്ന് പറയാം. എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഒരു അമ്മത്വമുള്ള കുഞ്ഞാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഒരു അമ്മ നോക്കുന്നത് പോലെ നോക്കും. ഇപ്പം നമുക്കൊന്നൊരു അസുഖമായി കഴിഞ്ഞാൽ നമ്മളെ എഴുന്നേക്കാൻ പോലും സമ്മതിക്കില്ല. എല്ലാ കാര്യങ്ങളും മരുന്നെടുത്ത് തരുന്നു, നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരുന്നു. ക്ലാസ് ഇപ്പോൾ 6ാം ക്ലാസ്സിൽ എത്തിയിട്ടേ ഉള്ളൂ. പക്ഷേ ശരിക്കും ഒരു വലിയ ആൾ നോക്കുന്ന പോലെ നമ്മളെ നന്നായിട്ട്, നമ്മുടെ അമ്മ എങ്ങനെയാണോ നമ്മളെ കെയർ ചെയ്യുന്നത് അങ്ങനത്തെ ഒരു കെയറിങ് ആണ്. നമുക്കൊരു അത്ഭുതമായിട്ട് തോന്നിയിട്ടുണ്ട്. മൂന്നാമത്തോള് ബ്ലേസ് അന്ന ജോസഫാണ്. മോള് 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മോള് ഞങ്ങളുടെ ചിരിക്കുടുക്കയാണ്. എപ്പോഴും പ്ലസൻ്റാണ്. ഓടിച്ചാടി വന്ന് എപ്പോഴും ഞങ്ങളിങ്ങനെ ഹാപ്പി ആക്കുന്ന, എല്ലാവരോടും വേഗം ഫ്രണ്ട്ലി ആവുന്ന ഒരു മോളാണ്. 4ാമത്തെ കുഞ്ഞാവ ബെനിസിയ മരിയ ജോസഫ്. അവൾ നല്ല പക്വതയുള്ള കുട്ടിയാണ്. അവൾ കുഞ്ഞു വാവയായപ്പോൾ തൊട്ട് തന്നെ എൻ്റെ ഉദരത്തിൽ അടുത്ത വാവയുണ്ടെന്ന് അറിഞ്ഞ നിമിഷം തൊട്ട് എന്നോട് പറഞ്ഞു, അമ്മേ ഇനി വാവ എല്ലാ കാര്യങ്ങളും സ്വന്തമായി ചെയ്തോളാം കേട്ടോ, കുളിച്ചോളാം, മാമുണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് അവൾ തന്നെ അങ്ങ് പെട്ടെന്നൊരു ചേച്ചിയായിട്ട് മാറി. വയറ്റിൽ വന്ന് കൈപിടിച്ച് പ്രാർത്ഥിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്ത്, അവൾ സാധാരണ ഒരു കുറുമ്പും കുശുമ്പൊക്കെയാണ് ഉണ്ടാവുക അടുത്ത വാവ് വരുമ്പോൾ. പക്ഷേ ഇവൾക്ക് അങ്ങനെയായിരുന്നില്ല. ഇപ്പോഴും ആ കുഞ്ഞുവാവനെ അവൾ കുടിപ്പിക്കും. അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് മോളാണ്. ഇളയാൾ ഞങ്ങളുടെ എല്ലാവരുടെയും പൊന്നോമന കുഞ്ഞാറ്റ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ബെനഡിക്റ്റ മരീന ജോസഫ്. അവൾ ഭാഗ്യവതിയാണ്. എല്ലാവരും തലയെ കൊണ്ട് നടക്കുകയാണ്, പുറത്ത് ഇരുത്തിക്കൊണ്ട് നടക്കുകയാണ്. കുഞ്ഞാവാന്ന് പറഞ്ഞാൽ മൂത്തവരെല്ലാവരും അത്രയ്ക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഈശോ ഞങ്ങൾക്ക് 5 മിടുക്കരായ മക്കളെ തന്നതിലുള്ള വലിയൊരു സന്തോഷമാണ് ഞങ്ങൾക്ക്. എന്താ പറയാ എന്നായിപ്പ ചെയ്യാ കൃപ എന്നല്ലാതെ എന്നാ പറയാനാണ് എന്താ പറയാ എന്നായിപ്പ ചെയ്യാ കൃപ എന്നല്ലാതെ എന്നാ പറയാനാണ് യേശുവിനെ കണ്ടു തന്റെ ചങ്കു തന്നു ചോര കൊടുത്തെന്നെ തന്നെ സ്വന്തമാക്കി ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ് അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു ഉള്ളത് പറഞ്ഞാൽ ഞാനൊരു തല്ലിപ്പൊളിയാണ് അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഇതാണ് എൻ്റെ കുടുംബം, ഭാര്യ, 5 മക്കള്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. എവിടെ പോയാലും വീട്ടിലേക്ക് ഓടിയെത്താനുള്ള ഒരു ആഗ്രഹമാണ് ഉള്ളത്. വളരെ ഷെയറിങ് മെൻറ്റാലിറ്റി ഉള്ള മക്കളാണ്. എന്ത് സാധനം അവരുടെ കയ്യിൽ കിട്ടിയാലും അതിൻ്റെ ഒരു വീതം ഞങ്ങളുടെ വായികളിലെത്തും. അങ്ങനെ 5 പേരിൽ നിന്നും 5 ഷെയർ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും എന്ത് കിട്ടിയാലും ഞങ്ങൾക്ക് കിട്ടുന്നതാണ്. വളരെ ഹാപ്പിയാണ്. ഏത് കാര്യത്തിനും കുഞ്ഞുങ്ങളുടെ സഹകരണമുണ്ട്. ഭക്ഷണം പാചകം ചെയ്യുന്ന സമയത്ത്, വിളമ്പുന്ന സമയത്ത്, യാത്ര പോകുന്ന സമയത്ത് എല്ലായിടത്തും മക്കൾ ഓടിയെത്തും. എന്നിട്ട് അവരെ പറ്റുന്ന പോലെ അവർ സഹകരിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇവർ ഒരാൾ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഒരു വിഷമമാണ്. ആ കൊച്ച് തിരിച്ചു വരുന്നിടം വരെ എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. കുറച്ച് ദിവസം മുമ്പ് മോൻ ഒരു മിഷലീൻ്റെ ഒരു ക്യാമ്പിന് പോയിട്ട് ഇവരെല്ലാവരും ഭയങ്കര സാഡായിരുന്നു. തിരിച്ച് വരുന്നത് നോക്കി ചേട്ടായി എപ്പോഴാണ് വരിക എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. ചേട്ടായി അവിടുന്ന് വരുന്ന ദൂരേന്ന് കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് സ്വീകരിച്ച് കൊണ്ടുവരുമായത്. എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ്. എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ആയിട്ട് നല്ല രസമാണ് നമ്മുടെ ജീവിതം. തിരക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, എന്നാൽ പോലും നമ്മൾ അങ്ങ് നിരാശപ്പെടാതെ സന്തോഷത്തോടെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്. പിന്നെ വലിയൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് മക്കളെ കൊടുത്തിരിക്കണം. ഈശോ ഞങ്ങൾക്ക് തന്ന മക്കളാണ്, ഞങ്ങളുടെ സ്വന്തം അല്ല എന്നുള്ളൊരു ബോധ്യത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഈശോ നോക്കാനായിട്ട് ഏൽപ്പിച്ച മക്കളാണ്. അവരെ ഞങ്ങൾ സാധിക്കുന്ന പോലെ ഈശോയുടെ അനുഗ്രഹത്താൽ നോക്കുന്നു. ഈശോ ഞങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കുകയാണ് ഓരോ കുട്ടികൾ വരുമ്പോഴും. ഒന്നാമത്തെ ഇപ്പം മോൻ വന്ന സമയത്ത് ചേട്ടായിക്ക് ഒരു സ്ഥിരമായിട്ടുള്ള ജോലി ഉണ്ടായിരുന്നില്ല, ഡെയിലി വേസ് ആയിട്ടുള്ള ജോലിയായിരുന്നു. അപ്പോൾ കുഞ്ഞാവ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ചേട്ടായിക്ക് ഗവൺമെൻറ് എംപ്ലോയി ആയിട്ട് ടീച്ചറായിട്ട് കിട്ടി.
അതിനുശേഷം രണ്ടാമത്തെ കുഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അടുത്തായിട്ട് തന്നെ നല്ലൊരു വീട് കിട്ടി. പിന്നെ മൂന്നാമത്തെ ആൾ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത്രയും നാൾ ബൈക്കേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈശോ ഒരു കാറ് തന്ന് അനുഗ്രഹിച്ചു. 3 കുഞ്ഞുങ്ങളെയും കൂട്ടി ബൈക്കിൽ പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈശോ അങ്ങനെ തന്നു. നാലാമത്തെ ആൾ വന്ന സമയത്ത് കിട്ടിയ സമ്മാനം എന്ന് വെച്ചാൽ എനിക്കൊരു ജോലിയാണ്. എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ടൊരു ജോലിയും കൊണ്ടാണ് ഈ കുഞ്ഞുമോള് വന്നത്. പിന്നെ 5ാമത്തെ ആൾ വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് ഈ ഒരു ഭവനാണ് ഈശോ സമ്മാനമായിട്ട് തന്നത്. കാരണം മറ്റേ ചെറിയ വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് ഓടിക്കളിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഞങ്ങൾ ഈ ഭവനം സ്വപ്നം പോലും കണ്ടില്ല. ഒരു ഭവനത്തെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. കുറേ വർഷം കഴിയുമ്പോൾ ഒരു ഭവനം പണിയാം എന്നൊക്കെ ഇങ്ങനെ വല്ലപ്പോഴും അങ്ങനെ വിചാരിച്ചതേ ഉള്ളൂ. പക്ഷേ ഈശോ ഞങ്ങളെക്കുറിച്ച് വ്യക്തമായ പദ്ധതി ഒരുക്കി സമയത്തിന് എല്ലാം തരികയാണ്. ചോദിക്കാതെ തന്നെ വളരെ യാദൃച്ഛികമായിട്ടാണ് ഞങ്ങൾക്ക് ഈ ഭവനം കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 8 നോമ്പിന് മാതാവിൻ്റെ ഈ പള്ളിയിൽ അസംഷൻ ഫൊറോന ചർച്ചിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 8 നോമ്പിൻ്റെ ഇടയ്ക്ക് മക്കളെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോകാൻ പപ്പായി എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നല്ലൊരു വയലിൽ ഉള്ള നല്ലൊരു ഭംഗിയുള്ള സ്ഥലമുണ്ട്, എന്നാൽ അവിടെ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അത് കാണാൻ വേണ്ടി വന്നതാണ്. വന്ന സമയത്ത് ഈ വീട് വിൽക്കുന്നുണ്ടെന്ന് കേൾക്കുകയും വെറുതെ ഒരു രസത്തിന് ഞങ്ങളിങ്ങനെ കയറിയത്, ഒരു രസത്തിന് എടുക്കണമെന്നൊരു ചിന്ത പോലുമില്ല. പക്ഷേ അത് ഇഷ്ടപ്പെടുകയും പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു ഈശോയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് നൽകണമേ എന്ന്. പിന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയി നന്നായിട്ട് ഈ വീട് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഈശോ തന്നു. മെയ് മാസം 13-ാം തീയതി ഞങ്ങൾ കയറി കൂടിയതേ ഉള്ളൂ. അന്ന് ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായിരുന്നു. അന്നാണ് ഞങ്ങൾക്ക് ഈ ഭവനം തമ്പുരാൻ ആശീർവദിച്ച് തന്നത്. ഈശോയും മാതാവും യേശുപിതാവും എപ്പോഴും കൂടെയുള്ള ഒരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. എപ്പോഴും ഏത് കാര്യത്തിനും ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നു. യാത്ര പോകുമ്പോഴൊക്കെ ഞങ്ങൾ ഈശോയെ കൂട്ട് വിളിച്ചിട്ടാണ് പോവുക. ഞങ്ങൾ യാത്ര പോവുകയാണേ എന്നല്ല പറയുന്നത്, ഈശോ ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യണേ, ഈശോ ഞങ്ങളുടെ കൂടെ പർച്ചേസിങ്ങിന് വരണേ, ഈശോ ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് തരണേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കും. പിന്നെ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കും. ജപമാലയിൽ കുറവ് വരുമ്പോൾ ഭയങ്കര ഒരു ശൂന്യത, കൃപയുടെ കുറവ് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ജപമാല നഷ്ടപ്പെടാതിരിക്കാൻ എന്നും ശ്രമിക്കാറുണ്ട്. അപ്പോൾ സാധിക്കുന്നിടത്തോളം നടക്കുന്ന സമയത്തൊക്കെ ജപമാല ചൊല്ലും. അപ്പോൾ ഭയങ്കര ഒരു ഗ്രേസാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാ ദിവസവും വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നന്നായിട്ട് പരിശ്രമിക്കും. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് ഞങ്ങൾ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് പോകാറ്. ചില സമയം രാവിലെ കുഞ്ഞാവ് ഉറങ്ങുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ രാവിലത്തെ കുർബാന മിസ്സാവും. അപ്പം ഞങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ശ്രമിച്ച് എവിടെയൊക്കെയാണോ ഈ വയനാട്ടിൽ കുർബാന ഉള്ളത് അത് കണ്ടെത്തി ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കും. മക്കളും അതേപോലെ, മക്കൾക്ക് ഒരു ടെൻഷൻ, അയ്യോ വിശുദ്ധ കുർബാന ഇന്ന് കിട്ടില്ലേ അമ്മേ എന്ന് പറഞ്ഞിട്ട് ഒരു ടെൻഷൻ നമുക്ക് കാണാൻ പറ്റും. അവരുടെ ടെൻഷൻ കാണുമ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെയും എത്ര തിരക്കാണേലും ചേട്ടായാണേലും എല്ലാ പരിപാടിയും മാറ്റിവെച്ച് കുർബാനയ്ക്ക് പങ്കെടുപ്പിക്കും. പ്രത്യേകിച്ച് അൾത്താരയിൽ കയറാൻ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അൾത്താര ശുശ്രൂഷികളായിട്ട് നിൽക്കാൻ അതിന് അവരെ സഹായിക്കും. പിന്നെ ജീസസ് യൂത്ത് ആക്ടിവിറ്റികളിലൊക്കെ പറ്റുന്നത് പോലെ പോകാറുണ്ട്. ധ്യാനത്തിനൊക്കെ വൺ ഡേ പ്രോഗ്രാമുകൾക്കൊക്കെ പറ്റുന്നത് പോലെ പോകാറുണ്ട്. അപ്പോൾ കുഞ്ഞുങ്ങൾ ആശ സോങ് കളിക്കും, പാട്ട് പാടും, അങ്ങനെയൊക്കെ ചെയ്ത് ഈശോയെ മഹത്വപ്പെടുത്താറുണ്ട്. അപ്പോൾ വലിയ ആഗ്രഹമാണ് ഇനി ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നാണ് ആഗ്രഹം. കുടുംബത്തോടൊപ്പം ശുശ്രൂഷ ചെയ്യാനാണ് ആഗ്രഹം. അതിന് ഈശോ സഹായിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ആദ്യത്തെ 3 കുഞ്ഞുവാവുകൾ ഉണ്ടായത് നോർമൽ ഡെലിവറിയിലൂടെയാണ്. അപ്പോൾ നോർമൽ ഡെലിവറി എന്നൊക്കെ പറയുമ്പോൾ, നോർമൽ എന്ന് പറയുമ്പോഴും സുഖപ്രസവം എന്നൊക്കെ പറയുമ്പോഴൊക്കെ എന്താ ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. വേദനയും വിഷമങ്ങളൊക്കെ ഒരുപാട് കഷ്ടപ്പാട് തന്നെയാണ്. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, 4ാമത്തത് എനിക്ക് എന്നാൽ സിസേറിയനായിട്ട് തന്നാൽ മതി ഈശോയെ, എനിക്ക് ഈ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടൊക്കെ സഹിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് 4ാമത്തെ ശരിക്കും അങ്ങനെ കുഞ്ഞുവാവ തിരിഞ്ഞു വന്നില്ല. ശരിക്കും അത് സിസേറിയനായിട്ട് തന്നെ മാറി. അങ്ങനെ സിസേറിയൻ്റെ ബുദ്ധിമുട്ടും എന്താണെന്നും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ പിന്നീട് 5ാമത്തെ വാവ ഉണ്ടായ സമയത്ത് ആ സമയത്ത് ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാനിങ്ങനെ സിസേറിയൻ കഴിഞ്ഞിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നോക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ, അതുകൊണ്ട് എനിക്കിത് നോർമൽ ഡെലിവറി ആയിട്ട് തരണേ എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഡോക്ടറോടൊന്നും പറയില്ല, കാരണം
അത് ശരിക്കും അങ്ങനെ ചെയ്യാറില്ല. ഒന്ന് സിസേറിയൻ കഴിഞ്ഞ അടുത്തത് നോർമലിന് വേണ്ടി ആരും വെയിറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ ഈശോയോട് മാത്രം പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു അവസാന മാസം ചെന്നപ്പോൾ, ഇതൊരു നോർമലായി വരുന്ന ലക്ഷണം കാണുന്നുണ്ടല്ലോ, നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ എന്നിങ്ങനെ പറഞ്ഞു. പക്ഷേ തലേ ദിവസം അഡ്മിറ്റായ അന്ന് ഡോക്ടർ പറഞ്ഞു, ഒരു പ്രതീക്ഷയില്ല മോളെ, എന്തായാലും ഇത് നടക്കാൻ സാധ്യതയില്ല, നീ സിസേറിന് തന്നെ റെഡിയായി നിന്നോളാം. പിന്നെ ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് സിസേറിന് വേണ്ടി ഡ്രസ്സെല്ലാം ധരിച്ച് അങ്ങനെ റെഡിയായി കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഞാൻ എന്തായാലും പള്ളിയിൽ പോയി കുർബാന കൂടിയിട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്ത് എനിക്ക് പെട്ടെന്ന് നോർമൽ ഡെലിവറിക്കുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുങ്ങുകയും ഡോക്ടർ ഓടി വന്നു. കുർബാന കഴിഞ്ഞപ്പോഴേക്കും നോർമൽ ഡെലിവറിയായി കുഞ്ഞുവാവ വരികയും ചെയ്തു. അത് വലിയൊരു ഈശോയുടെ അനുഗ്രഹമാണ്. അതുകൊണ്ട് എനിക്ക് ഓടി നടന്ന് മക്കളെയൊക്കെ നോക്കാനും ഒക്കെ പറ്റി എന്നുള്ളതാണ്. 5 മക്കളുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അഭിമാനം. അപ്പം ഞങ്ങളുടെ 2 കുടുംബങ്ങൾക്കും അത് വലിയൊരു കാര്യം തന്നെയാണ്. നല്ല സപ്പോർട്ടാണ് അവരുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നത്. ഓരോ മക്കളുണ്ടാകുമ്പോഴും ആശുപത്രിയിലെ കാര്യങ്ങളാണേലും വീട്ടിലെ കാര്യങ്ങളാണേലും എല്ലാത്തിനും 2 വീട്ടുകാരും സപ്പോർട്ട് തന്നെയാണ്. അവർ എല്ലാം വിളിച്ച് അന്വേഷിക്കുകയും പിന്നെ ഞങ്ങളിടയ്ക്ക് അവിടേക്ക് പോവുകയും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും 2 വീടുകളിൽ ഞങ്ങൾ സന്ദർശിക്കും. പിള്ളേരെ കാണുന്നതൊക്കെ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ അവരിങ്ങോട്ട് വരികയും ഒക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾക്കിങ്ങനെ 5 മക്കളൊക്കെ ആയപ്പോൾ ശരിക്കും 100-ൽ 1% പേര് മാത്രമേ നമുക്ക് ഒരു നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് തന്നിട്ടുള്ളൂ. ബാക്കി എല്ലാവരും പോസിറ്റീവായിട്ടാണ് തന്നത്. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമാണ്. ഇപ്പോൾ ഒരു ഫംഗ്ഷന് വിളിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ഫ്രണ്ടാണേലും ചേട്ടായുടെ ഫ്രണ്ടാണേലും ഞങ്ങളെ ഫാമിലി അടക്കമാണ് വിളിക്കുക. കാരണം അവർക്ക് അങ്ങനെ കാണുന്നതാണ് സന്തോഷം. അപ്പോൾ എല്ലാവരും വിളിച്ച് അന്വേഷിക്കുകയും ഓരോ കുഞ്ഞുങ്ങളുടെ പേരും അവർക്കറിയാം. അവർക്ക് ഭയങ്കര, ഞങ്ങൾ അധികവും ഒരേപോലെ ഡ്രസ്സ് ഇട്ടിട്ടാണ് വരിക. അപ്പോൾ ഓരോ ഫംഗ്ഷന് വരുമ്പോഴും ഇവരേതാണ് ഇടുന്നത്, നിങ്ങളിനി അടുത്ത പരിപാടിക്ക് നിങ്ങൾ ഏത് കളറാണ് ചൂസ് ചെയ്യുന്നത്, അങ്ങനെയൊക്കെ അവർക്ക് അറിയാനും കാണാനൊക്കെ ഭയങ്കര ആകാംക്ഷയാണ്. ഞങ്ങളുടെ ഈ ഇങ്ങനെ 5 മക്കളെയൊക്കെ കണ്ടപ്പോൾ കുറേ പേര് 1-ൽ നിർത്തിയവരും 2-ൽ നിർത്തിയവരും 3-ൽ നിർത്തിയവരൊക്കെ വീണ്ടും അടുത്ത കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഞങ്ങളുടെ വലിയൊരു സന്തോഷം. അപ്പോൾ ഞങ്ങൾ മുഖാന്തിരം കുറച്ച് കുഞ്ഞുങ്ങൾ വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നത്തെ തലമുറയിൽപ്പെട്ടവർക്ക് ഒരുപാട് മക്കൾ വേണ്ട, ഇത് ചിലവ് കൂടുതലാണ്, പഠന ചിലവ് കൂടുതലാണ്, പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ചിന്താഗതിയിലാണ് മക്കളെ വേണ്ടാന്ന് വെക്കുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 5 മക്കളും ഞങ്ങൾക്കൊരു ഭാരമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. അവർക്ക് ഉള്ളത് കൊണ്ട് അവർ ഷെയർ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. എന്താണോ നമ്മൾ പറയുന്നത് അത് അവരനുസരിക്കും. ഇപ്പോൾ ഒരു ഡ്രസ്സ് വാങ്ങാൻ പോയതാണെങ്കിലും നമ്മൾ പറയുന്ന ലിമിറ്റിലുള്ള ഡ്രസ്സ് വാങ്ങാനാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നമ്മൾ എന്താണോ അവർക്ക് മേടിച്ചു കൊടുക്കുന്നത് അത് കഴിക്കാൻ, ഇന്നത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നൊരു സ്വഭാവമില്ല. എനിക്ക് തോന്നുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് അവർക്ക് അതിനൊക്കെ സാധിക്കുന്നതെന്ന് തോന്നുന്നു. കൂടാതെ ഒന്നിനും വാശി പിടിച്ച് കരയുന്ന ഒരു പ്രകൃതി അവർക്കില്ല. ഒരു ഷെയറിങ് മെൻറ്റാലിറ്റിയാണ്. ഇപ്പോൾ ഒരാളുടെ ഡ്രസ്സാണെങ്കിലും മറ്റൊരാൾക്ക് ഇടാൻ കൊടുക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ, ഒരു സ്വാർത്ഥ താല്പര്യം എന്ന് പറയുന്നൊരു സാധനം അവർക്കില്ല. എല്ലാം ഷെയറിങ് മെൻറ്റാലിറ്റി ഒക്കെയാണ് അവർക്കുള്ളത്. അപ്പം ഒരു മക്കളെ ഒരു ഭാരമായിട്ട് ഞങ്ങൾക്കിതുവരെ തോന്നിയിട്ടില്ല. ഇനിയും മക്കൾ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈശോയുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ സന്തോഷത്തോടെ ആയിരിക്കുന്നത്. എന്നേക്കാളധികമായി പിതാവിനെയോ മാതാവിനെയോ പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ലെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സ്നേഹിക്കുന്നവരാണ്, മിടുക്കരായ മക്കളും നല്ല സ്നേഹമുള്ള ഭർത്താവും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവരെക്കാൾ അധികമായിട്ട് ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ ഈശോയെ തന്നെയാണ്. അത് എപ്പോഴാണ് അതിൽ കുറവ് വരിക, അപ്പോഴീ കുടുംബമെല്ലാം ഇല്ലാതാവുമെന്ന് എനിക്കറിയാം. പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും ഒന്നും കുറവ് വരുത്താറില്ല. അപ്പോൾ ഈശോ സൂര്യനെ പോലെയാണ്. സൂര്യൻ പ്രകാശം തന്നാലേ, ശരിയായ പ്രകാശം കിട്ടിയാലേ സസ്യങ്ങൾക്ക് നന്നായിട്ട് വളരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ പ്രകാശം തരുന്ന ഈശോയിലേക്ക് തന്നെയാണ് ഞങ്ങളുടെ മിഴിയും ഊന്നിയിരിക്കുന്നത്.